ഉണ്ടാക്കുന്ന ആശയങ്ങളാണ് അവർ സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നത്. മറ്റുള്ളവരോട് അന്യായമായി യാതൊരുവിധ നീതിബോധവുമില്ലാതെ, നൈതികതയുടെ ഒരംശം പോലുമില്ലാതെ പെരുമാറുന്ന പെരുമാറ്റങ്ങളാണ് ഈ യുക്തിവാദി നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ വക്താക്കളിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഓരോ നിമിഷങ്ങളിലും വിദ്വേഷം വമിക്കുന്ന വാക്കുകൾ മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. ചീഞ്ഞു നാറുന്ന കുടുംബത്തിന്റെ കഥകളാണ്, ഭാര്യയെ ഒഴിവാക്കിയ കഥകളാണ് ഇവർക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇവർ ഇവിടെ അടയാളമായി ബാക്കി വെച്ചത്. ഈ ആളുകളാണോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിതത്തെ വിമർശിക്കുന്നത്? ഇത്തരക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാൻ എന്ത് അർഹതയാണ് ഉള്ളത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹിദായത്തിനെ മുറുകെ പിടിക്കാൻ, നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചമാകുന്ന ആ ഹിദായത്തിനെ കാത്തു സൂക്ഷിക്കാൻ വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മക്കയിലെ മുശ്രിക്കുകൾ വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം നമ്മളൊക്കെ കേട്ടതാണ്. ഓ മുഹമ്മദ്, നിന്റെ പ്രശ്നം എന്താണ്? നിന്റെ പ്രശ്നം എന്താണ്? നിനക്ക് ഈ മക്കയിലെ തരുണീമണികളായ സ്ത്രീകളെ വേണോ? നിനക്ക് മക്കയിലെ സമ്പത്ത് വേണോ? നിനക്ക് അധികാരം വേണോ? എല്ലാം ഞങ്ങൾ നിന്റെ മുമ്പാകെ കാഴ്ചവെക്കാം. നീ ഞങ്ങളുടെ ആരാധ്യന്മാരെ ഒരു നിമിഷ നേരത്തേക്കൊന്ന് ആരാധിച്ചാൽ മതി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഓഫർ വെക്കുമ്പോൾ ആ പ്രവാചകന്റെ മറുപടി എന്താണ്? ഖുറൈശികളെ, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾ വലതു കൈയിൽ സൂര്യനെയും ഇടതു കൈയിൽ ചന്ദ്രനെയും എനിക്ക് കൊണ്ടുവന്നു തന്നാൽ പോലും മുഹമ്മദ് ഈ ആശയം പറയുന്നത് അവസാനിപ്പിക്കുകയില്ല എന്നാണ്. കാരണം ഇത് ഇറക്കപ്പെട്ടത് മേലായ റബ്ബിന്റെ ആ റബ്ബിന്റെ തീരുമാനപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നമുക്ക് ലഭിച്ച വഹിയാണ് ഇത്. അതുകൊണ്ട് ആ റബ്ബിന്റെ മതം ഒഴിവാക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ദീനു പഠിക്കാത്തവർ പലപ്പോഴും പിന്നെ തെറ്റിപ്പോഴെന്ന് വരാം. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് അറിവില്ല